എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുള്ളവർ, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ, ജോലിയില്ലാത്തവർ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി വിജയിക്കാൻ, എന്തുമായിക്കോട്ടെ അതിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. SS3 എന്നാണ് നമ്മളിതിനെ പറയണത്. ഈ ഒരു ടെക്നിക്ക് ഒരുപാട് പേര് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതാണ്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റാണ് ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയണത്. ഞാൻ പറയണ പോലെ തന്നെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലിരുത്തി നല്ലപോലെ ശ്രദ്ധിച്ച് പറയാം. ഇത് ദിവസത്തിൽ 2-3 തവണ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എപ്പോൾ ചെയ്യണമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാം. അതേപോലെ ലാസ്റ്റ് ഞാൻ പറയുമ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ സ്കിപ്പ് ചെയ്യാതെ. ഏതൊരു ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പോലെ തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മളിത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ ഒരു മെത്തേഡിലൂടെ എൻ്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് മനസ്സിൽ പറഞ്ഞ് ഉറപ്പിക്കുക. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. തുടക്കത്തിൽ ചെറിയ ചെറിയ ഗോളുകൾ മാത്രം നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇത് എപ്പോഴാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് ഇതിനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കേണ്ട സമയം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയമോ അല്ലെങ്കിൽ എഴുന്നേറ്റ ഉടനെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചെറിയ ചെറിയ ഗോളുകൾക്ക് ഈ ഒരു മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും 2 തവണ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. രാവിലെയും രാത്രിയും ചെയ്യാം. എന്നാൽ വലിയ ആഗ്രഹങ്ങളാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 2-3 ദിവസം തുടർച്ചയായിട്ട് നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് യാതൊരുവിധ പ്രായപരിധിയുമൊന്നുമില്ല. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം നിങ്ങളായിരിക്കണം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിത് നടക്കും എന്നൊരു വിശ്വാസം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് വേണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ദിവസത്തിൽ 1-2 ദിവസം നമുക്കിത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. നേരത്തെ പറഞ്ഞ പോലെ വലിയ ഗോളുകളൊക്കെ ആണെങ്കിൽ 4-5 ദിവസം 3-4 ദിവസമൊക്കെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ അതേപോലെ ട്രൈ ചെയ്യാൻ ശ്രമിക്കാം. ആരെയും ഒരു ശല്യമില്ലാത്ത ഒരു ശാന്തമായൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. അതിനുശേഷം കുറച്ച് സമയം നെഞ്ചിൽ കൈവച്ച് കണ്ണുകളടച്ചിട്ട് പുഞ്ചിരിയോടുകൂടെ നിങ്ങളിത് ശ്വസനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്വസനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. മനസ്സും ശരീരവും പൂർണ്ണമായി റിലാക്സ് ചെയ്യുക. 3-4 മിനിറ്റ് മാത്രം ഇത് ചെയ്താൽ മാത്രം മതി. ഇനി നെഞ്ചിൽ കൈവച്ച് കണ്ണുകളടച്ച് പുഞ്ചിരിയോടെ നിങ്ങളുടെ ശ്വസനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. 2-3 മിനിറ്റ് തുടർച്ചയായി ശ്വസനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇനി ചെയ്യേണ്ടത് വിഷ്വലൈസേഷനാണ്. നിങ്ങൾ വലിയ ഒരു സിനിമാ തിയേറ്ററിൽ ഏകദേശം നടുവിലായി ഇരിക്കുന്നതായി സങ്കല്പിക്കുക. നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആ ഒരു തിയേറ്ററിൽ ഉള്ളത്. തിയേറ്ററിൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായ നിശബ്ദത നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മുന്നിൽ വലിയൊരു സിനിമ സ്ക്രീൻ ഇപ്പോൾ കാണുന്നുണ്ട്. ആ സ്ക്രീനിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ആ ഒരു സ്ക്രീനിൽ ഒരു സിനിമ പോലെ കാണാൻ ശ്രമിക്കുക. എൻ്റെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള എന്ത് പ്രശ്നം ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ആ സ്ക്രീനിൽ കാണുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ അതെല്ലാം ആ സ്ക്രീനിൽ സിനിമ പോലെ കാണുന്നത് പോലെ ഫീൽ ചെയ്ത് കാണുക. ശരിയായ ഫീൽ കിട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞേക്കാം. ഇനി ചെയ്യേണ്ടത് നിങ്ങൾ അടുത്ത തലത്തിലേക്ക് പതിയെ പോവുകയാണ്. സെക്കൻഡ് ഫേസ്.
നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ പതിയെ പതിയെ ഇടതുവശം ചേർന്ന് ഒരു 15 മീറ്റർ ദൂരേക്ക് നീങ്ങിയതായി കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. ആ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിലേക്കുള്ള അടുത്ത സ്റ്റെപ്പുകൾ ആണ്. ആ സ്ക്രീനിൽ കാണുന്നതായി ഫീൽ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക. ഉദാഹരണത്തിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളിലേക്ക് വരുന്നതായി. അത് ചിലപ്പോൾ കടമായിട്ട് ആരെങ്കിലും സഹായിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള മുടങ്ങിക്കിടക്കുന്ന പണം കൊണ്ടുവരുന്നതായി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് പാർട്ട്ണർ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നതാവാം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്കുള്ള വഴികൾ ആലോചിച്ച് വിഷ്വലൈസ് ചെയ്യുക. ഇനി ഇതിൻ്റെ അടുത്ത തലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. തേർഡ് ഫേസ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ എൻഡ് റിസൾട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണേണ്ടത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ സ്ക്രീൻ പതിയെ പതിയെ ഇടതുവശത്തേക്ക് ചേർന്ന് വീണ്ടും ഒരു 15 മീറ്റർ ദൂരേക്ക് നീങ്ങിയതായി കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. ഇനി ആ പുതിയ സ്ക്രീനിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു ഫീലിംഗ്, ഇമോഷനോടെ തന്നെ ആയിരിക്കണം ആ സ്ക്രീനിലെ കാഴ്ചകൾ കാണേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ എൻഡ് റിസൾട്ടാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണേണ്ടത്. ഉദാഹരണത്തിന്, നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് കിട്ടിയതായും ആ ഒരു ജോലിയിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ സാലറി നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അമ്മയ്ക്കോ ആർക്കാണെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതായി ഒക്കെ വിഷ്വലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾ സമാധാനപരമായിട്ട് ഫോൺ ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുക. പിന്നെ ഈ ഒരു അഫർമേഷൻ തുടർച്ചയായി ഓർമ്മ വരുമ്പോൾ എല്ലാ ദിവസവും മനസ്സിൽ പറയാൻ ശ്രമിക്കുക. അതായത്, ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് ഒട്ടുമിക്ക ആളുകൾക്കും നല്ല 3 ദിവസം തന്നെ കൊണ്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ചില ആളുകൾക്ക് കുറച്ച് സമയം എടുത്തേക്കാം. എന്നിരുന്നാലും പൂർണ്ണ വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുക. ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കരുത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ 3 ഫേസുമാണ് നിങ്ങളുടെ ഈ ഒരു മെത്തേഡിലുള്ളത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ എന്താണോ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. സെക്കൻഡ് എന്ന് പറയുന്നത്, നമ്മൾ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. അതിൻ്റെ പ്രോസസ്സാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. തേർഡ് ഫേസ് എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയതായിട്ടുള്ള ഒരേ ഒരു എൻഡ് റിസൾട്ട് ഹാപ്പിയോടുകൂടി നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്യാം. ആ ഒരു ഫീലിങ്ങോട് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം വരട്ടെ എന്ന് വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.